മോളെ എന്നാ പോയിട്ട് വാ മോളെ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം കേട്ടോ. എന്നാ പോയിട്ട് വാ മോളെ. നേരത്തെ സ്കൂളിലെത്തണ്ടേ? ചെല്ലു മോളെ. അവൾ ഇന്ന് സ്കൂളിലേക്ക് പോവാണല്ലോ ശകുന്തളെ. ഇന്ന് മാത്രമല്ല, ഇനി എന്നും ദേവൂട്ടി സ്കൂളിലേക്ക് പോകുന്ന തോന്നുന്ന മാഡം. ഇല്ല, ഇനി എന്ത് സംഭവിച്ചാലും അവള് സ്കൂളിൽ പോകാൻ പാടില്ല. മോളെ എവിടെ എന്ത് പറ്റി? പാമ്പോ? എവിടെ? ഇല്ല മോളെ, ഞാൻ ഒന്നിനെയും കണ്ടില്ല. മാഡം, അവള് വീണത് കണ്ടില്ലേ? എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഇന്ന് അവള് സ്കൂളിൽ പോകാൻ പാടില്ല. മാഡം, അവൾക്ക് മാഡം പറയുന്നത് പോലെ ദിവ്യശക്തി ഒന്നുമില്ല. വേണമെങ്കിൽ ഞാനത് ഇപ്പൊ തെളിയിച്ചുതരാം. അവളുടെ ദേഹത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇച്ചിരി വെള്ളം ചീറ്റിച്ചാലോ? മാഡം കരുതുന്നത് പോലെ അവൾക്ക് ദിവ്യശക്തി ഉണ്ടെങ്കിൽ പതിവ് പോലെ അത് മാഡത്തിന്റെ ദേഹത്തോ എന്റെ ദേഹത്തോ വീഴുമല്ലോ. തിരിച്ചു വീഴുന്നത് നിന്റെ ദേഹത്തായാ മതി. ഞാനൊന്ന് നോക്കട്ടെ. കണ്ടില്ലേ മാഡം, അവളുടെ എല്ലാ ശക്തിയും ചോർന്നു പോയെന്ന് തോന്നുന്നു. ധൈര്യമായിട്ട് മാഡത്തിന് പേടിക്കാതെ അവളോട് സ്കൂളിൽ പോകണ്ടാന്ന് പറയാം. എങ്ങോട്ട് നീ രാവിലെ തന്നെ? ഓ, സ്കൂളിലേക്കോ? എന്നാലേ നീ ഇനി സ്കൂളിൽ പോയി അധികം സ്റ്റാർ ആവാൻ നോക്കണ്ട. നിനക്കുള്ള പണി ഇവിടുത്തെ വർക്ക് ഏരിയയിലുണ്ട്. നീ ഇങ്ങോട്ട് വാ. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങളും മിണ്ടരുത്. ഞാനേ ഇവളോടാ പറയുന്നത്. ഞാൻ പറയുന്നത് ഇവൾ അനുസരിക്കണം. ഇങ്ങോട്ട് വാടി. അതെ, ഇന്ന് നിനക്ക് ഇവിടുത്തെ കിച്ചണില് കുറച്ച് പരിപാടികളുണ്ട്. വാ ഇങ്ങോട്ട്. സ്കൂളിൽ പോയി ഷൈൻ ചെയ്യുന്നു. വാടി ഇവിടെ. നെയ്യപ്പം തിന്ന രണ്ടുണ്ട് ഗുണം എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. അപ്പൊ ഇന്ന് എനിക്ക് പണിയെടുക്കാതെ റെസ്റ്റ് എടുക്കാം. വാട്ടേ സർപ്രൈസ്! ഒയ്യോ, വാടി ഇങ്ങോട്ട്. അതെ, നീ സ്കൂളിൽ പോയി വലിയ കൊച്ചമ്മ ചമയൊന്നും വേണ്ട. ഇന്ന് ഇവിടുത്തെ പാചകം മുഴുവൻ നീ ചെയ്താ മതി. നിന്റെ ഫുഡിനൊക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായമല്ലേ? അപ്പോ ഇന്ന് ഇവിടെ ഉള്ളവര് നല്ല ഫുഡ് കഴിക്കട്ടെ. പക്ഷേ അന്നത്തെ കൂട്ട് സാമ്പാറും അവിയലും പുളിശ്ശേരി മാത്രം വെക്കാൻ നിൽക്കണ്ട. ഇവിടെ ഉള്ളവർക്ക് നോൺ വെജ് ആണ് ഇഷ്ടം. അതുകൊണ്ട്
ഇന്നത്തെ സ്പെഷ്യൽ മീൻ കറി നീ തന്നെ വെച്ചാ മതി. അതിന് നിന്റെ ഇഷ്ടോ ഇഷ്ടക്കേടോ ഒക്കെ ആര് നോക്കുന്നു? ഇവിടെ ഉള്ളവർക്ക് ഫിഷ് കറിയും ഫ്രൈയും ഒക്കെ നല്ല ഇഷ്ടാ. നീ ഇന്ന് കറി വെച്ചേ പറ്റൂ. ആ ശകുന്തളെ, ഫ്രിഡ്ജിൽ താ ഫിഷിങ് എടുക്ക്. നല്ല അസലായില്ലേ?